ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് അമ്മൂമ്മയുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ വീഡിയോസിന് കിട്ടിയ റെസ്പോൺസും പിന്നെ നിങ്ങൾ അയച്ച മെസ്സേജസും ഞാൻ വായിച്ചു. എല്ലാ ചോദ്യങ്ങളും അയച്ചു തന്നതൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ എല്ലാം പോയി ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ അടുത്തില്ല. പിന്നെ അമ്മൂമ്മയും ഒത്തിരി ടയേർഡായതുകൊണ്ട് അധികം നമ്മൾ വർത്തമാനം പറയിപ്പിക്കാറില്ല. ഞാൻ പോകുമ്പോൾ കുറച്ച് നേരം സംസാരിക്കാറേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മാത്രം അമ്മൂമ്മ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി ഫ്രീ ആയിരുന്നു. അമ്മൂമ്മയും നല്ലൊരു ഹാപ്പി ടൈമിലിരിക്കുമായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് നിങ്ങൾ അയച്ചതിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കിക്കോളൂ. ഇപ്പോഴത്തെ ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിൽ മാറേണ്ട ഒരു കാര്യം, രാജ്യത്തിൻ്റെ ഒരു നല്ലതിന് വേണ്ടി എന്ത് കാര്യം മാറ്റിയാൽ നടക്കും? നിയമങ്ങൾ മാറണം. നിയമങ്ങൾ എന്തിനാ മാറുന്നേ? നിയമങ്ങൾ മാറണം. കാരണം അതെന്നാ കാരണം? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ നിയമമുണ്ട് ഇപ്പോഴും. അത് മാറണോ? ശിക്ഷിക്കണം. നല്ല കടുത്ത ശിക്ഷ കൊടുക്കണം എന്നാണോ പറയുന്നേ? കടുത്ത ശിക്ഷ കൊടുക്കണം. ഓക്കെ, അപ്പം നിയമങ്ങൾ മാറ്റാം. അമ്മുമ്മ, ഈ ലോകത്ത് ചെറുപ്പക്കാർ ചെയ്യേണ്ട ഒരു സേവനം എന്താ? ആരെങ്കിലും തെറ്റ് ചെയ്യുന്ന കണ്ടാൽ ചെറുപ്പക്കാരത് പ്രതികരിക്കണം. അടിപൊളി ഉത്തരം, ശരിയാ അമ്മൂമ്മ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ശീലം എന്താന്ന്? പരസ്പര ബഹുമാനം വേണം. ഒരാൾക്കൊരു വിഷമം വന്നാൽ എല്ലാവരും കൂടെ നിൽക്കണം. ഒരാൾക്കൊരു വിഷമം വന്ന വീട്ടുകാരെല്ലാം. നല്ല ഉത്തരം. അച്ഛനമ്മമാരുടെ വിഷമം മക്കൾ കാണണം, മക്കളുടെ വിഷമം അച്ഛനമ്മമാരും കാണണം. ശരിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ? അമ്മൂമ്മ, വയസ്സായവരെ എങ്ങനെ കാണണം? എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, ബാധ്യതയായിട്ട് കാണുന്നത്. ഒയ്യോ, ശരിയാ, ബാധ്യതയായിട്ടൊന്നും കാണുകയില്ല കേട്ടോ. എല്ലാവരും അത് പാലിക്കട്ടെ. നല്ല ഉത്തരം. അമ്മൂമ്മ, ഈ വഴിപാടിലും പൂജയിലും ഒക്കെ വലിയ പുണ്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? വഴിപാടും ഇതൊക്കെ കഴിക്കുന്നതിൽ നല്ലത് കരയുന്നവനെ ആശ്വസിപ്പിക്കണം. കരയുന്നവനെയോ? അപ്പോൾ വഴിപാടും പൂജയൊന്നും വേണ്ടെന്നാണോ പറയുന്നത്? ചെയ്യണം, പക്ഷേ ഇതാണ് അതിന് വലുത്. കരയുന്നവനെ ആശ്വസിപ്പിക്കുന്നത്. സൂപ്പർ. അമ്മൂമ്മ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം? അവസാന ചോദ്യം. ദൈവം നമ്മുടെ ഉള്ളിലാണെന്ന് വിശ്വസിക്കണം. അടിപൊളി ഉത്തരം, സൂപ്പർ. അതാണല്ലേ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ചെയ്യണ്ടേ. കറക്റ്റ്, നല്ല ഉത്തരം.